എടാ ചേട്ടാ, അപ്പൊ തന്നെ നീ ആ പാറയെന്ന് കാണിച്ചു കൊടുത്തേ, അതിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് നമുക്ക് ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു നോക്കാൻ. പക്ഷെ ആ ഒരു കാണുന്ന കാഴ്ച, ആ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ സ്വന്തം റിസ്കി വരിക. ഞാൻ കുറച്ച് പാറ കയറി. ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടോപ്പിൽ വന്നിട്ടാണ് ഇത്ര അടിപൊളി ഒരു വ്യൂ കാണുന്നത്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നിങ്ങൾ ശരിക്കും ഒന്ന് വന്ന് കാണണം. എന്നാൽ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവിടെ ഇതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് മെനകളൊന്നും കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ്. അതെ, നമ്മൾ അവിടെ നിന്നത് അതിന്റെ താഴോട്ട് ഇങ്ങനെ ഒരു യു ഷേപ്പിലല്ലേ. ഹായ് കൂട്ടുകാരൻ, ഞാനാ നിങ്ങളുടെ ബിനീഷാണ്. എടാ ചേട്ടാ, നീ എന്റെ കൂടെ ഒന്ന് വാ. ഞാൻ നിന്നെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. എന്റെ പൊന്നു, ഇപ്പൊ മഴയൊക്കെ പെയ്ത് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വൈബ് എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വായോ. ഇനി ഇവിടെ വരുന്നവര് സ്വന്തം റിസ്കി മാത്രം വരിക. ഞങ്ങൾ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. നിങ്ങളുടെ സ്വന്തം റിസ്കി മാത്രം വരിക. അടിപൊളി കാഴ്ചയാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വന്നു അതിപ്പോ മഴയൊക്കെ പെയ്ത് കിടക്കുന്ന കാരണം സൂപ്പർ ആയിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്റെ മുന്നേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിറച്ച് പച്ചപ്പും കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഇങ്ങോട്ട് കാണിച്ചത് നല്ല ആഴാണ്. നമ്മൾ നേരത്തെ ഭൂതക്കുഴിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാണിച്ചു കൊടുത്ത ഒന്നാഴ് നല്ല ആഴം. അതെ, അല്ലെ ഞാൻ അതിനകത്തേക്ക് വീഴുന്നു. നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ഇവിടെ വരാവൂ. വേറൊന്നും പിന്നെ ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. കാരണം പണ്ടെന്നല്ല, പാറ പൊട്ടിച്ച് മാറ്റി രണ്ട് വലിയ കുഴികളാണോ. ഇവിടെ ഒരു കുഴിയുണ്ട്, അപ്പുറത്തെ ഒരു കുഴിയുണ്ട്. പക്ഷെ ആ ഒരു കാണുന്ന കാഴ്ച, ആ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച, ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. എനിക്കൊന്നും നമ്മൾ ഭൂതക്കുഴി കണ്ടതിനെക്കാട്ടിലും നല്ല ആഴമുണ്ട്. പിന്നെ വെള്ളം അവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ചെറുതായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്റെ മുന്നേ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ ആ ഒരു ഭംഗി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചങ്ങോട്ടെ, അന്നേരം അവിടെ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നിയില്ലേ? അതെ അതെ അതെ. അവിടെ കുറച്ച് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്തളം അല്ലെ, പത്തനംതിട്ടയില് പന്തളത്ത് മാവറപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും അടിപൊളി കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വരണം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആഴത്തിലാണ് ഇത് നിൽക്കുന്നത്. എനിക്കൊന്ന് അത്രയും എടുത്തിട്ടുണ്ടെന്ന് തോന്നല്ലേ. അതെ അതെ, അത്രയും പാറ പ്രകൃതിയെ ചൂഷണം ചെയ്ത് കഴിഞ്ഞു. അതെ. പക്ഷെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ കാണുന്ന കുറച്ച് ഏരിയകൾ നമ്മൾ നിൽക്കാനും നടന്നു പോകാനുള്ള വഴിയുണ്ടോ. നമ്മൾ അങ്ങോട്ട് പോകാൻ പോയല്ലേ. അതെ അതെ അതെ. നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ പോവാണ്. റിവേഴ്സ് ഗിയറിലാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാഴ്ചയില്ലേ എന്ത് മനോഹരല്ലേ. നോക്കി, എനിക്കൊന്നും ഇപ്പൊ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ്, ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടാണ് അത്രയും മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ ഒരു ഇവിടുന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ നേരിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് വന്ന് നഷ്ടം വരത്തില്ല. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് പോയാലോ? ചെയ്യാം. ഒരുപാട് പേര് അവിടെ നിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് തന്നെ അതിന്റെ മുകളിലോട്ട് പോവാം. ഇവിടെ ഒരുപാട് പേര് നിപ്പുണ്ട്. അവരിവിടുത്തെ നാട്ടുകാരാന്നാ പറഞ്ഞത്. അപ്പൊ അവരിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും വരാറുണ്ട്. എന്താ പറയാ, ഞാൻ അങ്ങോട്ട് പോവാണ്. എപ്പോഴും വരാറുണ്ടല്ലേ. നല്ല നല്ല സ്പോട്ടാ. അവരുടെ ക്യാമറ ഒക്കെ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നല്ലേ. ഓക്കെ, സെറ്റ് ആയിട്ടിരിക്കുക. ഈ സ്ഥലത്തിന്റെ പേര് മാവറപ്പാറന്നല്ലേ? ഓക്കെ ഓക്കെ. ഇതെല്ലാം പാറ, അതാണ് മെയിൻ. അവിടെ കേറിയല്ലേ താഴോട്ട് പോകുന്ന വഴി അറിയാവോ? അപ്പുറത്തൂടെയാണോ പോണ്ടേ? അവിടെയും പോവാം ഇവിടെയും പോവാം അല്ലേ. സത്യത്തെ അക്കാര്യത്തില്ലേ, ഞങ്ങള് ഫസ്റ്റ് ടൈം ആയിരുന്നേ. ഓക്കെ, മുന്നോട്ട് പോകാൻ പോകില്ലേ? അതെ അതെ, നമ്മള് ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പോവാ. അവര് പറഞ്ഞത് ഇതിന്റെ ടോപ്പില് അടിപൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഒരുപാട് പേര് അതിന്റെ മേളിൽ നിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാവേ. എടാ ചേട്ടാ, അപ്പൊ തന്നെ നീ ആ പാറയെന്ന് കാണിച്ചു കൊടുത്തേ, അതിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് നമുക്ക് ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു നോക്കാം. നീ ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ. അതെ അതെ, ഇപ്പുറത്തും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ള് പച്ചപ്പ്. ഇതുപോലെ തന്നെ പാറ എടുത്ത സ്ഥലമാണ്. നല്ല ഇവിടെ താഴോട്ട് പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് വഴി അറിയത്തില്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ എന്തൊക്കെയോ ഫാമും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. ഒരു വീടുണ്ട്. ഇപ്പുറത്ത് എനിക്കൊന്നും മീൻകുളമാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, നല്ല കാറ്റാട്ടോ. നല്ല കാറ്റാണ്. അവിടുത്തെ ഭംഗി എന്താണെന്ന് നോക്കിയാലോ. അതെ അതെ, എല്ലാരും അങ്ങോട്ട് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കും അതുപോലെ
വലിഞ്ഞു കേറാ. നീ ഇപ്പുറത്തോട്ട് കാണിച്ചു കൊടുത്ത് ഇപ്പുറത്ത് രണ്ട് സൈഡും കാണിച്ചു കൊടുത്തു. അവിടെ നിന്നുള്ള ആ വ്യൂ അടിപൊളിയാണ്. ആ നേരെ കാണാം, ഭയങ്കര ഭംഗിയല്ലേ? അതെ, ഭയങ്കര ഭംഗിയാണ്. നേരിട്ട് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങളിവിടെ ശരിക്കും വന്ന് കാണണം. പക്ഷെ സ്വന്തം റിസ്കിൽ മാത്രം വരിക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് വരരുത്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ബെസ്റ്റ് സ്പോട്ടാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമാവില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെന്താ, ഈ ഏറ്റവും മുകളിൽ കയറാൻ പോയില്ലേ? അതെ, കേറാം. ഈ പാറയുടെ ഏറ്റവും മുകളിൽ കയറാൻ പോവാണേ. കട്ടി അതല്ല, ഞാൻ എങ്ങനെ ഇതിന്റെ മടക്കി ഇതിലെ ചവിട്ടി കേറിക്കോ. പോട്ട് പതുക്കെ കയറിയാ മതി. സ്വന്തം റിസ്കിലേ വരാവൂ ഇല്ലേ? പോട്ട് സ്വന്തം റിസ്കിലേ വരാവൂ. എന്താ പറയാ, എനിക്ക് പാറ കയറി ശീലമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾ സ്വന്തം റിസ്കിൽ വരിക. ഞാൻ കുറച്ച് പാറ കയറി. ഇതിന്റെ മണ്ടയ്ക്കൊക്കെ കയറാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട് കയറാൻ പറ്റും. ആൾക്കാർ കയറി നിപ്പുണ്ട്. അപ്പൊ നമുക്ക് പെതുക്കെ ഒന്ന് കയറാം. അയ്യോ, ഓക്കെ ഫൈൻ. ഓക്കെ, എടുക്കാം. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടോപ്പിൽ വന്നിട്ടാണ് ഇത്ര അടിപൊളി ഒരു വ്യൂ കാണുന്നത്. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നിങ്ങൾ ശരിക്കും ഒന്ന് വന്ന് കാണണം. എന്നാൽ സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവിടെ ഇതിന്റെ മണ്ടി കയറിയിട്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഈ സ്ഥലം ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട്. ആ ദൂരോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ദൂരോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ മുട്ടക്കുന്ന് പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല, ഫുള്ള് പച്ചപ്പാണ്. അതിന്റെ നടുക്കൂടെ ഇങ്ങനെ വയലാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഫുള്ള് വെള്ളം കയറി കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു രക്ഷയില്ല. എന്താ പറയാ, ഇതേണ്ട ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും വെള്ളം താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്താ പറയണ്ടേ, അവിടെ വെള്ളം താഴോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ എന്ത് പറയട്ടെ. അപ്പൊ കൂട്ടുകാരെ, അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ പാറ കുഴിച്ചെടുത്തെടുത്തിട്ട് വെള്ളം വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ താഴോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എങ്ങനെയാ പോകേണ്ടത് നമുക്ക് വഴി അറിയത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കാണിക്കാമായിരുന്നു. ശരിക്കും ഭൂതക്കുഴീനെക്കാട്ടിലും വലിയ സംഭവമാണ്. ഭൂതക്കുഴീനെക്കാട്ടിലും വലിയ വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. 4 ചുറ്റും എവിടെ വേണേലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഒരു രക്ഷയില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മാറിയില്ലേ, കാറ്റുടിക്കും. ആ ഒരു ഭയമൊന്നും ഇല്ല എനിക്ക്. ഓ, അതൊന്നും എനിക്ക് നീന്താൻ അറിയാം. നീന്താ അറിയൂ. എന്താ കൊള്ളാല്ലേ? ഓക്കെ, പറഞ്ഞു നിർത്തിക്കോ. സ്ഥലപ്പേര് പറഞ്ഞോ. എങ്ങനെ നിർത്തണ്ടേ? അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഒന്നും കൂടെ പറയണം. നമ്മൾ നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ടയില് പന്തളത്തിനോട് അടുത്ത് മാവലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾ സ്വന്തം റിസ്കിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പൊ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ കൂട്ടുകാരെ, നമ്മള് മേളിൽ നിന്നപ്പോൾ അവർ പറഞ്ഞത് താഴെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്നാ. അപ്പൊ നമ്മൾ താഴോട്ട് പോകാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇരിക്കുന്ന ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അളിയാ. അതായത് ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച, പക്ഷെ അവിടെ നിന്നല്ല ആ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ അല്ലേ? നമ്മളെ ആ കാണുന്ന മാവലപ്പാറയുടെ ഏറ്റവും താഴെ വന്നിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം പാറ പൊട്ടിച്ച് മാറ്റിയെടുത്തിരിക്കും അല്ലേ ഫുള്ളായിട്ട്. നമ്മള് നിന്ന ഏറ്റവും ടോപ്പ് ആ പാറയുടെ ഭാഗം കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങള് നിങ്ങളെ ആ വ്യൂ കാണിച്ചു തന്നത്. ഇപ്പൊ നമ്മള് അതിന്റെ താഴെയാണ് നിൽക്കുന്നത്. ആ താഴെ എന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മൾ ആ ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ആ താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണിച്ചു തന്നത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പാറ കാണാനായിട്ട് മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ മേളിൽ നിന്ന് കാണുന്ന ആ ഒരു വൈബ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നേ, ആ ഒരു രസമൊന്നും താഴെ നിൽക്കുമ്പോൾ ഈ ഒരു വെള്ളം ഈ ഒഴുകി വരുന്ന ഒരു കാഴ്ച നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സംഭവം പോലെ തോന്നി. കാരണം ഒരു വല്ലാതൊരു ഭംഗിയായിരുന്നു. പക്ഷെ താഴെ വന്നപ്പോഴത്തേക്ക് സാധാ ഒരു വെള്ളക്കെട്ടും കുറച്ച് വയൽ പച്ചപ്പും ഒക്കെ മാത്രമേ ഇവിടെ കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവിടെ നിന്നപ്പോ ഇല്ലേ, അതൊരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു ഈ കാഴ്ച. ആ ടോപ്പ് ലെവലിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഭയങ്കര അടിപൊളിയായിട്ട് ഈ മോളത്തെ ആ ഒരു മൊട്ടക്കുന്ന് പോലൊക്കെ കാണാൻ പറ്റിയപ്പോ അടിപൊളിയായിരുന്നു. ഇപ്പൊ താഴെ വന്നപ്പം ഭംഗിയില്ല എന്നല്ല, നമ്മൾ ആ മേളിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയും കാര്യങ്ങളും അത്രയും ആഴമൊക്കെ തന്നെ
ആ ഒരു ടോപ്പ് ലെവലിൽ നിന്ന് നോക്കുന്ന അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം ആഴവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? ഇത്രയും നല്ല, സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇത്ര നാൾ എന്താ വരാഞ്ഞെന്ന് ആലോചിക്കുക. അതെ, പോന്ന് സത്യം. ഇത്രയും നല്ല കാഴ്ചകൾ ഭംഗിയാട്ടോ, കാരണം ഇവിടുത്തെ ലൈറ്റും അടിപൊളി ലൈറ്റ് കേട്ടോ. ഈ മലം ഫുൾ കിട്ടുന്നുണ്ട്. അതെ, എന്നാ ഭംഗിയാ. അതെ, എന്ത് പറയാൻ, ഇത് കൂടുതൽ ഒന്നും പറയാനില്ലല്ലേ. വന്ന് കാണുക എന്നുള്ളതാണ്. അത് വരുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം വരുന്നത്. നമ്മളുടെ വീഡിയോ കണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരരുത്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വന്ന് കണ്ട് മെനകളൊന്നും കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് നമ്മുടെ മാവലപ്പാറ എന്ന് പറയുന്നത്. അതെ, നമ്മൾ അവിടെ നിന്നത് അതിന്റെ താഴോട്ട് ഇങ്ങനെ ഒരു യു ഷേപ്പിലല്ലേ. അതെ അതെ അതെ, കൊള്ളാല്ലേ, നല്ല രസമുണ്ട് കാണാൻ കണ്ടോ. അന്നേരം ഓക്കെ, അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോ ഒട്ടും മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ഒട്ടും മറക്കരുതില്ലേ. അന്നേരം ഇങ്ങനെ ട്രാവലിംഗ് വ്ളോഗ് വീഡിയോസ് ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് നമ്മളെ നിങ്ങൾ കാണുന്നതായിരിക്കും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അല്ലേ നമ്മൾ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാ പോകുന്നത്. എന്തായാലും നമ്മളിപ്പോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ നിങ്ങളോട് അതെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ.